ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാനുവരി 2025 നടന്ന കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 80 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. അതിൽ 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ വിച്ച് ഷേക്സ്പീരിയൻ പ്ലേ ഡസ് ആൻ ആനക്രോണിസം ഓഫ് ദ ക്ലോക്ക് occur? ഇപ്പൊ ഇവിടെ ആനക്രോണിസം ഏത് നാടകത്തിലാണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ആനക്രോണിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമോ ഒക്കെ ഈ നാടകം നടക്കുന്ന കാലഘട്ടത്തിലില്ല, പക്ഷെ ഇതിലെ ഓതർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആനക്രോണിസം എന്ന് പറയുന്നത്. ഇതൊരു ക്രോണോളജിക്കൽ ഇറർ ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ക്രോണോളജിക്കൽ ഇറർ വരുന്നത് ജൂലിയസ് സീസർ എന്ന പ്ലേയിലാണ്. നമുക്ക് നോക്കാം. The clock anachronism occurs in Julius Caesar. In the play, Cassius says the clock had striken 3. അപ്പൊ ഇതില് കാസിയസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗാണ് ദ ക്ലോക്ക് ഹാഡ് സ്ട്രൈക്കൺ 3 എന്ന്. യഥാർത്ഥത്തിൽ ഈ ജൂലിയസ് സീസർ എന്ന നാടകം സെറ്റ് ചെയ്തിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലേയിൽ ഒരു ആനക്രോണിസം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആനക്രോണിസം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആനക്രോണിസം ഈസ് എ ക്രോണോളജിക്കൽ ഇറർ, ഒരു തെറ്റാണ്. ദാറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഒബ്ജക്റ്റ് ഓർ ഈവന്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ റോങ് ടൈം പീരീഡ്. ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്ന ഒരു സംഭവമോ ഒക്കെ തെറ്റായ ടൈം പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ആനക്രോണിസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിറ്റററി വർക്ക് എഴുതാണെങ്കിൽ അതൊരു പഴയ കാലഘട്ടത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഇന്നുള്ള കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ആനക്രോണിസം അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഇറർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ദി ലൈൻ "It's better to have loved and lost than never to have loved at all" appear in. അപ്പൊ ഇവിടെ ഒരു പോയത്തിന്റെ ലൈനാണ് തന്നിരിക്കുന്നത്. "It's better to have loved and lost than never to have loved at all." ഇത് ഏത് വർക്കിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എഡോണൈ, ഇൻ മെമ്മോറിയം, ലിസിഡസ്, ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻ മെമ്മോറി ആണ്. ഇൻ മെമ്മോറിയം എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആർത്തർ ഹെൻറി ഹാലം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എഴുതിയ വർക്കാണ് ഇൻ മെമ്മോറിയം. The line "It's better to have loved and lost than never to have loved at all" appears in Alfred Lord Tennyson's elegy In Memoriam AHH. ഈ AHH എന്ന് പറയുന്നത് ആർത്തർ ഹെൻറി ഹാലം ആണ് കേട്ടോ. Tennyson wrote the line in memory of his close friend Arthur Henry Hallam, who died suddenly in 1833 at the age of 22. ആർത്തർ ഹെൻറി ഹാലം അദ്ദേഹത്തിന്റെ 22ാമത്തെ വയസ്സിൽ 1833 മരിക്കുന്നത്. അപ്പൊ ആ ഓർമ്മയിലാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ഇൻ മെമ്മോറിയം AHH എഴുതിയിട്ടുള്ളത്. അതിലെ ലൈൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത് Who wrote the poem The Child Before a Mirror of Strangers? ഓപ്ഷൻ എ ചിനുവ അച്ചേബെ, ബി വോൾസ് ഓയിങ്ക, സി ജെ.പി. ക്ലാർക്ക്, ഡി ബെൻ ഒക്രി. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദ ചൈൽഡ് ബിഫോർ എ മിറർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള പോമാണ്. ആൻസർ വരുന്നത് നോക്കാം നമുക്ക്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വോൾസ് ഓയിങ്കയാണ്. The poem was written on 2019 to celebrate the 30th anniversary of the United Nations Convention on the Rights of the Child and World Children's Day. അപ്പൊ ഈ പോം എഴുതിയിട്ടുള്ളത് 2019 ആ പോമിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിന്റെ കൺവെൻഷൻ, എന്ത് ടോപ്പിക്കിലുള്ള കൺവെൻഷൻ ആണ്? റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ് ആൻഡ് വേൾഡ് ചിൽഡ്രൻസ് ഡേ. ഈ തീമുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ കൺവെൻഷന്റെ 30ാമത്തെ ആനിവേഴ്സറി അതായിരുന്നു 2019. അതിന് ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ദ ചൈൽഡ് ബിഫോർ ദ മിറർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A dissertation upon roast pig, an essay by. ഒരു എസ്സേ ആണ് A dissertation upon roast pig. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് G.K. ചെസ്റ്റർട്ടൺ, വില്യം ഹാസ്ലിറ്റ്, ചാൾസ് ലാം, ജോർജ് ഓർവെൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ചാൾസ് ലാം ആണ്. In September 1822, Charles Lamb published his classic essay, A Dissertation Upon Roast Pig, in London Magazine under the pen name of Elia. അപ്പോൾ ചാൾസ് ലാം എസ്സേസ് ഓഫ് എലിയ എന്നുള്ള പേരിലൊക്കെ എസ്സേസ് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ 1822 ലണ്ടൻ മാഗസിനിലാണ് ഈ എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഡിസർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ്. അടുത്ത ചോദ്യം എറിയൂഹോൺ ഇസ് ദ ഡാഷ് ഓഫ് നോ വേർഡ്. അപ്പൊ ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും നോക്കുമ്പോൾ നമുക്കതിൽ ഒരു റിലേഷൻ കാണാൻ പറ്റും അല്ലെ. എന്താണത്? രണ്ട് വാക്കിലും അക്ഷരങ്ങളെല്ലാം സെയിം ആണ് അല്ലെ. അതിന്റെ ഓർഡർ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആനഗ്രാം. ആനഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്കിലെ അക്ഷരങ്ങൾ ഓർഡർ മാറ്റി പുതിയൊരു വാക്ക് ഉണ്ടാക്കുന്നതിനെയാണ് ആനഗ്രാം എന്ന് പറയുന്നത്. A word or phrase that is made by arranging the letters of another word or phrase in a different order. അടുത്ത ചോദ്യം വരുന്നത് The Canadian writer among the following writers. ഇവിടെ ഒരു 4 റൈറ്റേഴ്സിന് തന്നിട്ടുണ്ട്. ഇതിൽ കനേഡിയൻ റൈറ്റർ ആരാണ് എന്നാണ് ചോദ്യം.
മാർഗരറ്റ് ആറ്റ്വുഡ്, ജൂഡിത്ത് റൈറ്റ്, ജെർമെയിൻ ഗ്രിയർ, നിക്കോളാസ് ഹോസ്ലാക്ക്. ആരാണ്? ഓപ്ഷൻ എ ആണ്, മാർഗരറ്റ് ആറ്റ്വുഡ് ആണ് ഒരു കനേഡിയൻ റൈറ്റർ ഇതിൽ തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, a thought to Donne was an experience, it modified his sensibility. The remark was made by. ഇപ്പോൾ ജോൺ ഡൺ, നമ്മുടെ മെറ്റാഫിസിക്കൽ പോയിന്റ് ആയിട്ടുള്ള ജോൺ ഡണ്ണിനെ പറ്റിയുള്ള ഒരു റിമാർക്കാണിത്. എ തോട്ട് ടു ഡൺ വാസ് എൻ എക്സ്പീരിയൻസ്, ഇറ്റ് മോഡിഫൈഡ് ഹിസ് സെൻസിബിലിറ്റി. ഇത് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഡ്രൈഡൻ, അൽവാരസ്, ടി.എസ്. എലിയറ്റ് ആൻഡ് ജോൺസൺ. ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, ടി.എസ്. എലിയറ്റ് ആണ്. ടി.എസ്. എലിയറ്റ് ആണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള ദ മെറ്റാഫിസിക്കൽ പോയിട്രി 1921 അതിലാണ് ഈ കോട്ട് ജോൺ ഡണ്ണിനെ പറ്റി ടി.എസ്. എലിയറ്റ് പറഞ്ഞിട്ടുള്ളത്. എലിയറ്റ് യൂസസ് ദിസ് കോട്ട് ടു എക്സ്പ്ലെയിൻ ഹൗ ജോൺ ഡൺസ് പോയിട്രി എക്സംപ്ലിഫൈസ് യുണൈറ്റഡ് സെൻസിബിലിറ്റി. യുണൈറ്റഡ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയയെ പറ്റി പറയാനാണ് ടി.എസ്. എലിയറ്റ് ഈ കോട്ടോടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ദ എസ്സേ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ തിയേറ്റർ ഓഫ് ദ എബ്സേർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എബ്സേർഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് ദ എബ്സേർഡിനെ പറ്റി എല്ലാ എക്സാംസിലും നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ തിയേറ്റർ ഓഫ് ദ എബ്സേർഡ് എന്ന് പറഞ്ഞാൽ ആ മൂവ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത എസ്സേ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഔട്ട്സൈഡർ, ദ മിത്ത് ഓഫ് സിസീഫസ്, ബീങ് ആൻഡ് നത്തിങ്നെസ് ആൻഡ് നിഹിലിസം. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ മിത്ത് ഓഫ് സിസീഫസ്. ആൽബർട്ട് കാമ്യു 1942 പബ്ലിഷ് ചെയ്തിട്ടുള്ള എസ്സേ ആണ് ദ മിത്ത് ഓഫ് സിസീഫസ്. ഇതാണ് തിയേറ്റർ ഓഫ് ദ എബ്സേർഡ് എന്ന മൂവ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പൊ ആ എസ്സേയിൽ ആ കാമ്യുവിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് എബ്സേർഡിസം ആണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈ നിലനിൽപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത, ഒരു മീനിങ്ലെസ് ആണ്, ഒരു എബ്സേർഡ് ആണ് എന്നുള്ള ഒരു ഫിലോസഫിയാണ് ഈ എസ്സേയിലൂടെ ആൽബർട്ട് കാമ്യു നമ്മളോട് പറയുന്നത്. ഈ ഒരു ഐഡിയ ആണ് തിയേറ്റർ ഓഫ് ദ എബ്സേർഡ് എന്നുള്ള മൂവ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം വരുന്നത് എന്താണ്? ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ്സ് ഓഫ് ദ നൈറ്റ്, ദ മീറ്റർ ഓഫ് ദ ലൈൻ ഈസ്. അപ്പൊ ഈ ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആണല്ലേ, നമ്മൾ കുറെ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ ലൈനിന്റെ മീറ്റർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്? ലാം, ആനാപാസ്റ്റ്, ട്രോക്കി ആൻഡ് ഡാക്ടൈൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ട്രോക്കി ആണ്. അപ്പൊ ട്രോക്കി എന്ന് പറഞ്ഞ മീറ്ററിന്റെ പ്രത്യേകത എന്താണ്? എ ഫുഡ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ ലോങ് ഓർ സ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ വൺ ഷോർട്ട് ഓർ അൺസ്ട്രെസ്ഡ് സിലബിൾ. ആദ്യം ഒരു ലോങ് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് സിലബിൾ ആണ്, അതിനുശേഷം ഒരു ഷോർട്ട് അല്ലെങ്കിൽ അൺസ്ട്രെസ്ഡ് സിലബിൾ വരികയാണെങ്കിൽ അതിനെ ട്രോക്കി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ലിംഗ്വിസ്റ്റിക്സിൽ നിന്നാണ്. A linguistic expression which has become so overused that it no longer conveys much meaning. ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻ അത് വളരെയധികം ഓവർ യൂസ് ചെയ്ത് ഇപ്പൊ അതിന്റെ യഥാർത്ഥ മീനിങ് അല്ല കൺവേ ചെയ്യുന്നത്. അങ്ങനെയുള്ള ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പെഡ്ജിൻ, സ്ലാങ്, രജിസ്റ്റർ ആൻഡ് ക്ലീഷേ. ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്ലീഷേ ആണ്. നമ്മൾ ഓവർ യൂസ് ആയിട്ട് അതിന്റെ യഥാർത്ഥ അർത്ഥമല്ല നമ്മളിവിടെ ഇപ്പൊ കൺവേ ചെയ്യുന്നത്. അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെയാണ് ക്ലീഷേ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഇൻ എ ടെസ്റ്റ് ദ ടീച്ചർ ആസ്ക്സ് ദി സ്റ്റുഡൻസ് ടു റെസ്പോണ്ട് ടു ഹിസ് ഇൻസ്ട്രക്ഷൻ, ദിസ് ഇസ് എ ടെസ്റ്റ് ഓഫ്. ഇപ്പോൾ ഒരു ടെസ്റ്റ് ആണ്. എന്താണ് അതിൽ ടീച്ചർ പറയുന്നത്? ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കുട്ടികളോട് റെസ്പോണ്ട് ചെയ്യാനാണ്. അപ്പൊ അത് എന്തിന്റെ ടെസ്റ്റ് ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് സ്പെല്ലിംഗ്. ഇപ്പൊ ഇവിടെ ഉത്തരം ഏതായിരിക്കും വരിക? ലിസണിംഗ് ആണ് അല്ലെ. ടീച്ചർ പറയുന്നത് കേട്ടിട്ടാണ് കുട്ടികളെ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ലിസണിങ്ങിന്റെ ടെസ്റ്റ് ആണ്. അത് കുട്ടികൾ എത്രത്തോളം കേൾക്കുന്നു, അത് എത്രത്തോളം അവർ കോംപ്രഹെൻഡ് ചെയ്യുന്നു എന്നാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ലിസണിംഗ് ആണ്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് the smallest unit of speech distinguishing one word or word element from another is called. സ്പീച്ചിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആൻഡ് അതിന്റെ പ്രത്യേകത എന്താണ്? ദ ഡിസ്റ്റിങ്ക്യൂഷസ് വൺ വേർഡ് ഓർ വേർഡ് എലിമെന്റ് ഫ്രം അനദർ. സൗണ്ട് അല്ല, ഒരു വേർഡിനെയാണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെന്താണ് പറയുന്നത്? മോർഫീം, ഫോണീം, ഗ്രാഫീം ആൻഡ് സിലബൽ. എന്താണ് ആൻസർ വരിക? ഫോണീം ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ദി സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ യൂസ് ആക്യുറേറ്റ്ലി ആൻഡ് കോൺഫിഡന്റ്ലി ഇൻ ദയർ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ഈസ് റെഫേർഡ് ടു ആസ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. അതൊരു വ്യക്തിക്ക് വളരെ കൃത്യമായിട്ടും വളരെ ആത്മവിശ്വാസത്തോടും കൂടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള വാക്കുകളെ എന്താണ് പറയുക എന്നാണ് ചോദ്യം. പാസീവ് വൊക്കാബുലറി, ആക്റ്റീവ് വൊക്കാബുലറി, റെക്കഗ്നീഷൻ വൊക്കാബുലറി ആൻഡ് ആഡ് ഹോക് വൊക്കാബുലറി. എന്താണ് ആൻസർ വരുന്നത്? ആക്റ്റീവ് വൊക്കാബുലറി ആണ്. ഒരു വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് എഴുതാനും അല്ലെങ്കിൽ സംസാരിക്കാനും കഴിയുന്ന വാക്കുകളെ, ആ ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് അദ്ദേഹത്തിന് അറിയാത്ത വാക്കുകൾ നമ്മൾ എന്താ പറയുക? പാസീവ് വൊക്കാബുലറി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്
Krashen states that learners acquire the rules of language in a predictable sequence. What is this hypothesis called? അപ്പം ക്രാഷിന്റെ ഹൈപ്പോത്തസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലേണേഴ്സ് എക്വയർ ദ റൂൾസ് ഓഫ് ലാംഗ്വേജ് ഇൻ എ പ്രെഡിക്റ്റബിൾ സീക്വൻസ്. ലേണേഴ്സ് ഒരു ഓർഡറിൽ ഒരു സീക്വൻസിലാണ് ലാംഗ്വേജിന്റെ റൂൾസ് പഠിക്കുക എന്നാണ് ക്രാഷൻ പറയുന്നത്. അപ്പൊ അത് എന്ത് ഹൈപ്പോത്തസിസ് ആണ് എന്നാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. എഫക്റ്റീവ് ഫിൽറ്റർ, കോംപ്രഹെൻസീവ് ഇൻപുട്ട്, നാച്ചുറൽ ഓർഡർ ആൻഡ് മോണിറ്റർ ഹൈപ്പോത്തസിസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. നാച്ചുറൽ ഓർഡർ ആണ് അല്ലെ? ഒരു വ്യക്തമായ ഓർഡറിലാണ് ലേണേഴ്സ് എക്വയർ ചെയ്യുള്ളൂ. അത് ഏറ്റവും എളുപ്പം തൊട്ട് അവിടെ നിന്ന് കോംപ്ലക്സ് ആയി വരിക, അങ്ങനെ ഒരു ഓർഡറിലാണ് കുട്ടികൾ പഠിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് ആണ് ഇത്. അടുത്തത്, ഹു കോയിൻ ദ ടേം ലേണർ ഓട്ടോണോമി. ലേണർ ഓട്ടോണോമി എന്ന ടേം കോയിൻ ചെയ്തത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ജെയിംസ് ആഷർ, ഫിലിപ്പ് ബെൻസൺ, ഹെൻറി ഹോളിക് ആൻഡ് കെയ്റ്റ് മോറോ. ആൻസർ ഏതാണ്? ഹെൻറി ഹോളിക് ആണ്. 1981 ലേണർ ഓട്ടോണോമി എന്നൊരു ടേം ഹെൻറി ഹോളിക് കോയിൻ ചെയ്തത്. അടുത്ത ചോദ്യം, an approach to language teaching in which the study of authentic texts and the use of language both inside and outside of the class is taking place. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ലാംഗ്വേജ് ലേണിംഗ് അപ്രോച്ച് ആണ്. ആൻഡ് ഇൻ വിച്ച് ദ സ്റ്റഡി ഓഫ് ഒതന്റിക് ടെക്സ്റ്റ്. ഒതന്റിക് ടെക്സ്റ്റ് ആണ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഒതന്റിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, റിയൽ ലൈഫിൽ നടന്ന എന്തെങ്കിലും കോൺഫറൻസസോ അല്ലെങ്കിൽ ആളുകളുടെ ഇന്ററാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഒതന്റിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി ക്ലാസ്. ക്ലാസ്സിനുള്ളിലും ക്ലാസ്സിന് പുറത്തും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആസ്പെക്റ്റിലാണ് ലേണിംഗ് നടക്കുന്നത്. അത് എന്ത് തരം ലേണിംഗ് അപ്രോച്ച് ആണ്? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ്, ടാസ്ക് ബേസ്ഡ് ലേണിംഗ്, ഗ്രാമർ കം ട്രാൻസ്ലേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഓപ്ഷൻ ഡി ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അവിടെയാണ് ഒതന്റിക് ടെക്സ്റ്റുകൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുകയും ക്ലാസ്സിന് പുറത്തും അകത്തും ഉള്ള വാക്കുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഇന്ററാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. അടുത്ത ചോദ്യം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് പെയർ. അപ്പൊ ഇവിടെ കുറച്ച് ലാംഗ്വേജ് ലേണിംഗ് അപ്രോച്ചസും അതിന്റെ പ്രൊപ്പോണന്റിനെയാണ് തന്നിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് നോം ചോംസ്കി, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ചാൾസ് എ ക്യുറാൻ, ബൈലിംഗ്വൽ മെത്തേഡ് CJ ഡോട്ട്സൺ, ദ സൈലന്റ് വേ എഡ്വേർഡ് സാപ്പിഡ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏതാണത്? ബൈലിംഗ്വൽ മെത്തേഡ് CJ ഡോട്ട്സൺ. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ബാക്കി എല്ലാത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് വരുന്നത് ചാൾസ് എ ക്യുറാൻ ആണ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് മൈക്കിൾ ഹാലിഡേ ആൻഡ് ഡെൽ ഹൈംസ് ആണ്. ഇവർ രണ്ടുപേരുമാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിന്റെ പ്രൊപ്പോണൻസ് ആയിട്ട് വരുന്നത്. സൈലന്റ് വേ മെത്തേഡിന്റെ കാലബ് ഗെറ്റഗ്നു ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം എല്ലാ എക്സാംസിനും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഡിഫറെന്റ് ലേണിംഗ് അപ്രോച്ചസും അത് ആരാണ് കണ്ടുപിടിച്ചത് എന്നും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം വരുന്നത്, which among the following is not a common feature of CWSN. CWSN ആരാണ്? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ് CWSN എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ ഫീച്ചർ അല്ലാത്തത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ്, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ഡിഫിക്കൽട്ടീസ്, ഒപ്റ്റിമൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്, ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ്. അപ്പൊ ഇതില് ഈ കുട്ടികളുടെ പ്രശ്നമല്ലാത്തത് ഏതാണ്? ഒപ്റ്റിമൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആണ് അല്ലെ? ബാക്കിയെല്ലാം ഈ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികൾക്ക് ഉള്ള പ്രശ്നങ്ങളാണ്. സ്പീച്ച് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ്, ഓട്ടിസ്റ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ. ഒപ്റ്റിമം ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറഞ്ഞാൽ അത്രയും ആരോഗ്യമാണ് അല്ലെ? അത് ഈ കുട്ടികൾക്ക് അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിന്റെ ഫീച്ചർ അല്ലാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, ഹു റോട്ട് ദ ബുക്ക് ദ ഫ്രെയിംസ് ഓഫ് മൈൻഡ്. നമുക്ക് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഇത് എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. A.S. ഹോൺബി, FG ഫ്രഞ്ച്, ഹോവാർഡ് ഗാർഡനർ ആൻഡ് A.W. ഫ്രിസ്ബൈ. നമുക്ക് ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരാണ്. ഓപ്ഷൻ സി ആണ്. ഹോവാർഡ് ഗാർഡനർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. In his book Frames of Mind, The Theory of Multiple Intelligences and its Sequels, Howard Gardner identifies at least 8 distinct intelligences. നമ്മൾ സൈക്കോളജിയിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹോവാർഡ് ഗാർഡനറിന്റെ 8 ഇന്റലിജൻസ് ആണ് അദ്ദേഹം പറയുന്നത്. ഏതൊക്കെയാണത്? മ്യൂസിക്കൽ ഇന്റലിജൻസ്, വിഷ്വൽ ഇന്റലിജൻസ്, വെർബൽ ഇന്റലിജൻസ്, ലോജിക്കൽ ഇന്റലിജൻസ്, കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ആൻഡ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഈ 8 ഇന്റലിജൻസസിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബുക്കാണ് ദ ഫ്രെയിംസ് ഓഫ് മൈൻഡ്. 1983 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്. ആ ബുക്കും അത് പബ്ലിഷ് ചെയ്ത ഇയറും അതുപോലെ തന്നെ ഈ 8 ഇന്റലിജൻസിന്റെ പേരുകളും ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് among the following is not a subskill of writing? താഴെ തന്നിരിക്കുന്നതിൽ റൈറ്റിംഗിന്റെ സബ്സ്കിൽ അല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രസന്റിംഗ് ഐഡിയാസ് ക്ലിയർലി,
summarizing ideas and events, using punctuations correctly, articulating words properly. ഇതിൽ റൈറ്റിംഗിന്റെ അല്ലാത്തത് ഏതാണ്? ലാസ്റ്റ് വൺ ആണ് അല്ലെ, ആർട്ടിക്കുലേറ്റിംഗ് വേർഡ്സ് പ്രോപ്പർലി. അത് ഏതിന്റെയാണ് വരുന്നത്? അത് സ്പീക്കിങ്ങിന്റെ സബ് സ്കില്ലാണ്. നമ്മൾ വാക്കുകൾ കൃത്യമായിട്ട് പറയുക എന്ന് പറയുന്നത് സ്പീക്കിങ്ങിന്റെ സബ് സ്കില്ലാണ്. അപ്പൊ ആദ്യത്തെ മൂന്നുമാണ് റൈറ്റിംഗിന്റെ സബ് സ്കിൽ വരുന്നത്. അപ്പൊ ഇവിടെ വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കുലേറ്റിംഗ് വേർഡ്സ് പ്രോപ്പർലി. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് a quality that does not go with the features of good handwriting. ഗുഡ് ഹാൻഡ് റൈറ്റിംഗിലെ ഫീച്ചേഴ്സ്, അതിലല്ലാത്ത ക്വാളിറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേർഡ് ആൻഡ് ലെറ്റർ സ്പേസിംഗ്, അത് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗിന്റെ ക്വാളിറ്റിയാണ്. സൈസ് കൺസിസ്റ്റൻസി, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ സൈസ് ഫോളോ ചെയ്യുക, അത് ഹാൻഡ് റൈറ്റിംഗിന്റെയാണ്. കണക്ടിംഗ് സ്ട്രോക്ക്, ഫാൻസി ലൂപ്സ് ആൻഡ് കേൾസ്. ഇതിൽ ഏതാണ് റൈറ്റിംഗിന്റെ അല്ലാത്തത് വരുന്നത്? വളരെ ഫാൻസി ആയിട്ടുള്ള ലൂപ്സ് ആൻഡ് കേൾസ് ആണ് അല്ലെ നല്ലൊരു ഹാൻഡ് റൈറ്റിംഗിന്റെ ക്വാളിറ്റി അല്ലാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് വിച്ച് among the following is true about humanistic approach. ഇപ്പൊ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ പറ്റി തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ഡെവലപ്പ് സെൽഫ് റെഗുലേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ലേണിംഗ്. കുട്ടികളുടെ സെൽഫ് റെഗുലേഷൻ, അവർ സ്വയം അവരുടെ ലേണിങ്ങിനെ പറ്റി മനസ്സിലാക്കുകയും അവരുടെ സ്പീഡിൽ അവരുടെ പഠനത്തിനെ പറ്റി അവർക്ക് തന്നെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. The learning happens through reinforcing desired responses. Desired responsesന് വേണ്ടി കൂടുതൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടാണ് ഇതിൽ ലേണിംഗ് നടക്കുന്നത്. C. It provides students with real life situations to master the language and fluency is top priority. അവർക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലാംഗ്വേജ് ഫ്ലുവൻസിക്കാണ്. D. The teacher uses mother tongue to explain the new language. പുതിയ ഭാഷ പഠിപ്പിക്കാനായിട്ട് ടീച്ചർ മാതൃഭാഷ ഉപയോഗിക്കുന്നു. ഇതിൽ ഏതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഡെവലപ്പ് സെൽഫ് റെഗുലേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ലേണിംഗ്. പഠിക്കാനായിട്ട് കുട്ടികൾ സ്വയം അവരുടെ സ്പീഡിൽ പഠിക്കുകയാണ്. സെൽഫ് റെഗുലേഷൻ ഉണ്ട്, അവർക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട് സ്വയം പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ കുട്ടികൾ തന്നെയാണ് ഉത്തരവാദിത്തം എടുക്കുന്നത്. അതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നത്. നമുക്ക് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണെന്ന് കൂടി നോക്കാം. ഹ്യൂമനിസ്റ്റിക് ലാംഗ്വേജ് ടീച്ചിങ് is an approach based on the principle that the whole being, emotional and social, needs to be engaged in learning, not just the mind. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ആ പേര് പറയുന്നത് പോലെ തന്നെ ഹോൾ ഹ്യൂമൻ ബീയിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മനസ്സിന് മാത്രമല്ല, ആ കുട്ടിയുടെ ഇമോഷണൽ ബീയിങ്ങിനും അല്ലെങ്കിൽ സൊസൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹോൾ ഹ്യൂമൻ ബീയിങ്ങിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നോട്ട് ജസ്റ്റ് ദ മൈൻഡ്. അതാണ് ഹ്യൂമനിസ്റ്റിക് ലേണിംഗ് അപ്രോച്ചിന്റെ ഒരു ഫീച്ചറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് which is not a technique of teaching meaning of words. വാക്കുകളുടെ അർത്ഥം പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ടെക്നീക്ക് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഗിവിംഗ് കോണ്ടെക്സ്റ്റുവൽ സിറ്റുവേഷൻസ്. നമ്മളൊരു വാക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുക, ഏത് സാഹചര്യത്തിലാണ് ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടി കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും അല്ലെ. അപ്പൊ അതല്ല. ഷോയിങ് പിക്ചേഴ്സ് കാണിച്ചിട്ട് നമുക്ക് വാക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കാം. ഗിവിംഗ് ഡിക്റ്റേഷൻസ് നമ്മൾ എപ്പോഴും എടുക്കുക വാക്കുകളുടെ സ്പെല്ലിംഗ് ടെസ്റ്റ് ചെയ്യാനാണ് അല്ലെ നമ്മൾ ഡിക്റ്റേഷൻ എടുക്കുന്നത്. അപ്പൊ അതല്ല. ഗിവിംഗ് മദർ ടങ് ഈക്വലൻസ്, അപ്പൊ വാക്കുകളുടെ മലയാളത്തിൽ അല്ലെങ്കിൽ മാതൃഭാഷയിൽ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കൊടുത്താലും നമുക്ക് അർത്ഥം പറയാം. അപ്പൊ ഇതില് മീനിങ് ഓഫ് വേർഡ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത് ഏതാണ്? ഗിവിംഗ് ഡിക്റ്റേഷൻസ് ആണ്. ഡിക്റ്റേഷൻസ് നമ്മൾ സ്പെല്ലിംഗ് ടെസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, a linguistic framework that considers how language is used in different social and cultural contexts and how it can be used to express feelings and more ease. ഒരു ടൈപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക് ഫ്രെയിംവർക്കിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? അത് എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. പലതരത്തിലുള്ള സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ് ടു എക്സ്പ്രസ് ഫീലിംഗ്സ് ആൻഡ് മോർ. നമ്മളുടെ ഫീലിംഗ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് ഈ ഭാഷ ഉപയോഗിക്കാം, ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ലിംഗ്വിസ്റ്റിക് ഫ്രെയിംവർക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമൽ ഗ്രാമർ, ഫങ്ഷണൽ ഗ്രാമർ, ജനറേറ്റീവ് ഗ്രാമർ ആൻഡ് ട്രഡീഷണൽ ഗ്രാമർ. ഇതിലേതാണ് ഈ ലിംഗ്വിസ്റ്റിക് ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫങ്ഷണൽ ഗ്രാമർ ആണ് അല്ലെ. കാരണം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഭാഷ അർത്ഥം കൺവേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ സൊസൈറ്റിയിലെ പല സിറ്റുവേഷൻസിലും പല കോണ്ടെക്സ്റ്റിലും എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുക, അതൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഫങ്ഷണൽ ഗ്രാമർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫങ്ഷണൽ ഗ്രാമർ ഈസ് എ ലിംഗ്വിസ്റ്റിക് തിയറി ദറ്റ് സ്റ്റഡീസ് ഹൗ ലാംഗ്വേജ് ഈസ് യൂസ് ടു എക്സ്പ്രസ് മീനിങ്. എങ്ങനെയാണ്
ഭാഷ അർത്ഥം കൺവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക എന്നാണ് ഇതിൽ പഠിക്കുന്നത്. ഇറ്റ് ലുക്സ് അറ്റ് ഹൗ ഗ്രാമർ വർക്ക്സ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് സച്ച് ആസ് ഫ്രേസസ്, സെന്റൻസസ് ആൻഡ് ഗ്രൂപ്പ്സ്. പല കോണ്ടെക്സ്റ്റിലും എങ്ങനെയാണ് ഗ്രാമർ വർക്ക് ചെയ്യുന്നത്, അതായത് ഫ്രേസുകളില്, സെന്റൻസുകളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ എങ്ങനെയാണ് ഗ്രാമർ വർക്ക് ചെയ്യുന്നത് എന്നുകൂടിയാണ് ഫങ്ഷണൽ ഗ്രാമറിൽ പഠിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഇസ് നോട്ട് എ ലേണിംഗ് ഒബ്ജക്റ്റീവ് അണ്ടർ അഫക്റ്റീവ് ഡൊമെയിൻ ഇൻ ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ അതിൽ അഫക്റ്റീവ് ഡൊമെയിനിൽ അല്ലാത്തത് ഏതാണ്, അഫക്റ്റീവ് ഡൊമെയിനിൽ അല്ലാത്ത ലേണിംഗ് ഒബ്ജക്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂവിംഗ് ആൻഡ് അനലൈസിംഗ്. ഈ 4 അഫക്റ്റീവ് ഡൊമെയിനിൽ വരാത്തത് ഏതാണ്? അനലൈസിംഗ് ആണ് അല്ലെ. അനലൈസിംഗ് വരുന്നത് ഏത് ഡൊമെയിനിലാണ്? കോഗ്നിറ്റീവ് ഡൊമെയിനിലാണ് അനലൈസിംഗ് വരുന്നത്. ഇവിടെ അഫക്റ്റീവ് ഡൊമെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂവിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് ക്യാരക്ടറൈസിംഗ് ആണ് അഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത് കോൺസണന്റ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വെൻ എയർ ഈസ് ഫോഴ്സ്ഡ് ത്രൂ എ നാരോ സ്പേസ് ഇൻ ദ മൗത്ത് ക്രിയേറ്റിംഗ് എ ഫ്രിക്ഷൻ ആൻഡ് എ നോയ്സി ഹിസിംഗ് സൗണ്ട് ഇസ് കോൾഡ്. ഒരു നാരോ സ്പേസിലൂടെ എയർ ഫോഴ്സ് ചെയ്യാണ്, ഒരു ഫ്രിക്ഷനും ഒരു ഹിസ്സിംഗ് സൗണ്ടും ആണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള സൗണ്ടിന് നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് നോക്കാം. പ്ലോസീവ്, എഫ്രിക്കേറ്റ്, ഫ്രിക്കറ്റീവ്സ് ആൻഡ് നേസൽ. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ഫ്രിക്കറ്റീവ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, എ മാൻ ലുക്സ് ഫോർ ദ സ്പോർട്സ് സ്കോർസ് ഇൻ എ ന്യൂസ് പേപ്പർ. വാട്ട് ടൈപ്പ് ഓഫ് റീഡിംഗ് ഈസ് ദിസ്? ഒരാള് ന്യൂസ് പേപ്പറിൽ സ്പോർട്സിന്റെ സ്കോർ മാത്രമാണ് നോക്കുന്നത്. അത് എന്ത് ടൈപ്പ് റീഡിംഗ് ആണ്? ഓപ്ഷൻസ് വരുന്നത് സ്കാനിങ്, സ്കിമ്മിങ്, ഇന്റൻസീവ് റീഡിംഗ് ആൻഡ് സപ്ലിമെന്ററി റീഡിംഗ്. ഏതാണ്? അത് മാത്രമാണല്ലേ നോക്കുന്നത്. അപ്പൊ അത് സ്കാനിങ് ആണ്. ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടാനായിട്ട്, അത് മാത്രം കിട്ടാനായിട്ട് നമ്മൾ വായിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ സ്കാനിങ് എന്നാണ് പറയുന്നത്. സ്കാനിങ് ഈസ് എ റീഡിംഗ് സ്ട്രാറ്റജി that involves searching for a specific information in a text. ഇപ്പൊ ന്യൂസ് പേപ്പറിൽ മൊത്തം ഒരു സ്പോർട്സിന്റെ സ്കോർ മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അത് സ്കാനിങ്ങിലാണ് വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? A dancer who handles ballet classes choreographs a dance for a recital under which area of psychomotor skill it comes. അപ്പൊ ഒരു പ്രോഗ്രാമിനായിട്ട് ഒരു ബാലെ ഡാൻസർ ഒരു പുതിയൊരു ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാണ്. അപ്പൊ അത് എന്ത് സൈക്കോമോട്ടർ ഏരിയയിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. പെർസെപ്ഷൻ, അഡാപ്റ്റേഷൻ, ഗൈഡഡ് റെസ്പോൺസ് ആൻഡ് ഒറിജിനേഷൻ. ഏതാണ്? പുതിയതായിട്ട് ഒരു ഡാൻസ് ഐറ്റം അവരെ കൊറിയോഗ്രാഫി ചെയ്ത് എടുക്കുകയാണ് അല്ലെ. അപ്പൊ അത് എന്താണ് വരിക? അത് ഓപ്ഷൻ ഡി ആണ്. ഒറിജിനേഷൻ ആണ് വരുന്നത്. ഒറിജിനേഷൻ ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ദ സൈക്കോമോട്ടോ ഡൊമെയിൻ. സൈക്കോമോട്ടോ ഡൊമെയിനിലെ ഏറ്റവും ഹയസ്റ്റ് ഡിവിഷൻ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ആണ് ഒറിജിനേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ദ എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ സ്കിൽസ്. പുതിയ സ്കില്ലാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. പുതിയതാണ് അവിടെ ഒറിജിൻ ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഹയർ ലെവലായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ കൊറിയോഗ്രാഫി ചെയ്യാണ്, അത് ഒറിജിനേഷനിലാണ് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത് ദ എബ്രിവിയേഷൻ LPD സ്റ്റാൻഡ്സ് ഫോർ. LPDയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ലാംഗ്വേജ് പ്രോസസിംഗ് ഡിസോർഡർ, ലിംഗ്വിസ്റ്റിക് പ്രോസസിംഗ് ഡിസബിലിറ്റി, ലാംഗ്വേജ് പ്രോസസിംഗ് ഡിസബിലിറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക് പ്രോസസിംഗ് ഡിസോർഡർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലാംഗ്വേജ് പ്രോസസിംഗ് ഡിസോർഡർ. ഓപ്ഷൻ എ ആണ്. തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലേ ഇത്. ലാംഗ്വേജ് പ്രോസസിംഗ് ഡിസോർഡർ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള അബ്രീവിയേഷൻ. ഇതൊരു കണ്ടീഷൻ ആണ് ദറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓർ എക്സ്പ്രസ് സ്പോക്കൺ ഓർ റിട്ടൺ ലാംഗ്വേജ്. എഴുതിയതോ അല്ലെങ്കിൽ പറയുന്നതോ ലാംഗ്വേജ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടിനെയാണ് ലാംഗ്വേജ് പ്രോസസിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ട്രക്ചറൽ വേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. യൂസേജ്, അപ്പർ, യൂണിറ്റി ആൻഡ് അൺടിൽ. ഈ 4 വാക്കുകളിൽ സ്ട്രക്ചറൽ വേർഡ് ഏതായിരിക്കും? നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഗ്രാമറ്റിക്കൽ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന വേർഡ് ആണല്ലേ സ്ട്രക്ചറൽ വേർഡ്. ബാക്കിയുള്ളത് കോണ്ടന്റ് വേർഡ്സ് ആണ്. ഇവിടെ അങ്ങനെ വരുന്ന വേർഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അൺടിൽ ആണ് സ്ട്രക്ചറൽ വേർഡ് ആയിട്ട് വരുന്നത്. A structural word is a word that helps to structure a sentence by showing how other words relate to each other. അൺടിൽ എന്ന് പറയുന്ന വാക്ക് ആ സെന്റൻസിന് ഒരു സ്ട്രക്ചർ കൊടുക്കുകയാണ് അല്ലെ. ഒരു വാക്ക് മറ്റു വാക്കുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺടിൽ ആണ് സ്ട്രക്ചറൽ വേർഡ് ആയിട്ട് വരുന്നത്. അൺടിൽ നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ടും കൺജങ്ഷൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അടുത്ത ചോദ്യം വരുന്നത് The fourth pillar of education, learning to be refers to. Learning to be എന്ന് പറയുന്ന ആ fourth pillar എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. The role of education in developing all the dimensions of the complete person by the competence that enables individuals to deal with a variety of situations, the harmonious work of an individual with others, the acquisition of broad general knowledge. Answer വരുന്നത് ഓപ്ഷൻ എ ആണ്.
ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് ഓൾ ദ ഡയമെൻഷൻസ് ഓഫ് എ കംപ്ലീറ്റ് പേഴ്സൺ. ഒരു വ്യക്തിയെ മുഴുവനായിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ എല്ലാ ഡയമെൻഷൻസിനെയും ഡെവലപ്പ് ചെയ്യാണ്. അതാണ് എഡ്യൂക്കേഷന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ സബ്ജക്ട് പഠിക്കുക അല്ലെങ്കിൽ ജനറൽ നോളജ് പഠിക്കുന്നതിനുപരി ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ദ ഫോർത്ത് പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആർ ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗെദർ ആൻഡ് ലേണിംഗ് ടു ബി. ഇപ്പോൾ എഡ്യൂക്കേഷന്റെ 4 പില്ലേഴ്സ്, 4 തൂണുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗെദർ ആൻഡ് ലേണിംഗ് ടു ബി. അതിൽ ലേണിംഗ് ടു ബി എന്ന് പറയുന്ന ഡയമെൻഷന്റെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒരു കംപ്ലീറ്റ് പേഴ്സൺ ആയിട്ട് ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളൊരു അർത്ഥം. ദീസ് പില്ലേഴ്സ് വർ പ്രൊപ്പോസ്ഡ് ബൈ യുനെസ്കോ കമ്മീഷൻ ഇൻ ദ മിഡ് 1990s. അപ്പൊ യുനെസ്കോ കമ്മീഷൻ ആണ് ഈ 4 പില്ലേഴ്സും പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഒബ്ജക്റ്റീവ് ഓഫ് സൈലന്റ് റീഡിംഗ്. സൈലന്റ് റീഡിംഗിന്റെ ലക്ഷ്യം എന്താണ് എന്നാണ് ചോദ്യം. To test the students' ability to pronounce the words correctly, to help students to concentrate on the text, to provide practice in stress, rhythm and intonation, to develop the art of reading among students. ഏതാണ്? സൈലന്റ് റീഡിംഗ് ആണ് അല്ലെ. സൈലന്റ് റീഡിംഗിന്റെ അത് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈലന്റ് റീഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. ബാക്കി പ്രൊനൗൺസിയേഷനും സ്ട്രെസ്സും ഇതൊക്കെ വരുന്നത് സൈലന്റ് റീഡിംഗിലല്ല. അവിടെ ഉറക്കെ വായിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ലൗഡ് റീഡിംഗ് ആണ്. സൈലന്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ കൈൻഡ് ഓഫ് പാരഗ്രാഫ് ഗിവൻ ബിലോ. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് എന്ത് ടൈപ്പ് പാരഗ്രാഫ് ആണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ആ പാരഗ്രാഫ് വായിക്കാം. The sun dipped below the horizon, casting a warm golden glow over the tranquil lake. The water shimmered like 1,000 tiny diamonds, reflecting the vibrant hues of orange, pink, and purple that painted the sky. Tall, swaying reeds lined the shore, their rustling whispers mingling with the gentle lapping of waves against the rocky bank. അപ്പൊ ഇവിടെ ഒരു എന്താണ് എൻവയൺമെന്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ അത് എന്ത് ടൈപ്പ് പാരഗ്രാഫ് ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? നാരറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, റിഫ്ലക്റ്റീവ് ആൻഡ് എക്സ്പോസിറ്ററി. എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആണ് അല്ലെ. ഒരു സ്ഥലത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡിസ്ക്രിപ്റ്റീവ് ആണ്. അടുത്ത ചോദ്യം a functional speech disorder FSD that affects a person's ability to produce z and z sounds. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എസ് ആൻഡ് z സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരാളുടെ എബിലിറ്റിയെ ബാധിക്കുന്ന ആ സ്പീച്ച് ഡിസോർഡറിന് എന്താണ് പറയാന്നാണ്. ലിസ്പിംഗ്, സ്റ്റട്ടറിംഗ്, പ്രാക്സിയ ആൻഡ് ക്ലറ്ററിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലിസ്പിംഗ് ആണ് വരുന്നത്. സ് ആൻഡ് z സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയെ ബാധിക്കുന്ന ഒരു ഡിസോർഡർ ആണ് ലിസ്പിംഗ്. അടുത്ത ചോദ്യം the type of listening happens when you listen to a podcast, the news or an educational lecture in a classroom. ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മളൊരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു ലെക്ചറോ ഒക്കെ കേൾക്കുന്നത് എന്ത് ടൈപ്പ് ലിസണിംഗ് ആണ്? എംപത്തറ്റിക് ലിസണിംഗ്, അപ്രിഷിയേറ്റീവ് ലിസണിംഗ്, കോംപ്രഹെൻസീവ് ലിസണിംഗ് ആൻഡ് ക്രിട്ടിക്കൽ ലിസണിംഗ്. എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. കോംപ്രഹെൻസീവ് ലിസണിംഗ് ആണ്. നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് അത് മനസ്സിലാക്കാനായിട്ടാണല്ലേ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോംപ്രഹെൻസീവ് ലിസണിംഗ് ആണ് വരുന്നത്. അടുത്തത് who is considered as the father of accelerated learning. ആക്സിലറേറ്റഡ് ലേണിംഗിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ഓപ്ഷൻസ് വരുന്നത് കാലബ് ഗെറ്റഗ്നോ, ജീൻ പിയാഷെ, ജോർജി ലുസാനോ ആൻഡ് എബ്രഹാം മാസ്ലോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജോർജി ലുസാനോ ആണ് ആക്സിലറേറ്റഡ് ലേണിംഗിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം റീഡ് ബിറ്റ്വീൻ ലൈൻസ് റെഫർ ടു. നമ്മൾ വായിക്കുമ്പോഴൊക്കെ കേൾക്കാറുള്ള ഒരു വാക്കാണ് റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്നല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? To understand the literal meaning of the text. B. To look for or discover a meaning that is implied rather than explicitly stated. To read the text connecting it to other texts, authors, context and ideas. To read the text in depth in order to assess the content. അപ്പൊ എന്താണ്? റീഡ് ബിറ്റ്വീൻ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ വർക്കില് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുന്ന വാക്കുകളിലൂടെയുള്ള ലിറ്ററൽ മീനിങ് അല്ലാതെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയം എന്താണ്, ഇംപ്ലൈ ചെയ്തിരിക്കുന്ന ആശയം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. To look for or discover a meaning that is implied rather than explicitly stated. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്തതിനപ്പുറം ഇംപ്ലിസിറ്റ് ആയിട്ട് ഇംപ്ലൈ ചെയ്തിരിക്കുന്ന അർത്ഥം ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വിച്ച് among the following is a feature of total physical response. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്നുള്ള അപ്രോച്ചിന്റെ ഫീച്ചർ ഏതാണ് എന്നാണ് ചോദ്യം. യൂസ് ഓഫ് മ്യൂസിക്, ഗുഡ് ഫോർ കൈനസ്തെറ്റിക് ലേണേഴ്സ്, റെക്കോർഡിംഗ് ഓഫ് കോൺവെർസേഷൻ, സ്റ്റുഡൻസ് സെലക്ട് ദ ടോപ്പിക്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്.
ഗുഡ് ഫോർ കൈനസ്തെറ്റിക് ലേണേഴ്സ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ടോട്ടൽ ബോഡി മൂവ്മെന്റ്സ് വരുന്നുണ്ട് ഈ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസിൽ. അതുകൊണ്ട് തന്നെ കൈനസ്തെറ്റിക് ലേണേഴ്സിനാണ് അത് കൂടുതൽ അനുയോജ്യമായിട്ട് വരിക. കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ കൈനസ്തെറ്റിക് ലേണേഴ്സിനാണ് കൂടുതൽ ഈ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് അനുയോജ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, assistive devices like canes, crutches, prosthetic devices, orthotic devices, etc. are commonly known as. നമുക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുന്ന കെയിൻസ്, ക്രച്ചസ്, പ്രോസ്തെറ്റിക് ഡിവൈസസ്, ഓർത്തോട്ടിക് ഡിവൈസസ്, ഇതിനെയൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് പേരാണ് പറയുക എന്നാണ് ചോദ്യം. സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ്, കൊഗ്നിറ്റീവ് എയ്ഡ്സ്, മൊബിലിറ്റി എയ്ഡ്സ് ആൻഡ് വിഷൻ എയ്ഡ്സ്. ഏതാണ്? സി ആണ് അല്ലെ. മൊബിലിറ്റി എയ്ഡ്സ് ആണ്. അവർക്ക് മൂവ് ചെയ്യാനായിട്ടാണ് ഈ കെയിൻസും ക്രച്ചസും അല്ലെങ്കിൽ ഓർത്തോട്ടിക് ഡിവൈസസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് മൊബിലിറ്റി എയ്ഡ്സ് എന്ന് പറയാനായിട്ട് പറ്റും. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങൾ കഴിയാണ്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബാക്കി ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.